പോലീസുകാർ അകത്ത് വന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയണോ അണ്ണാ? ഞാൻ കുറച്ച് ബിസിയാണ്. പകരം നിന്നെ കൊണ്ട് പോകാൻ പറ. സൗകര്യം കിട്ടുമ്പോ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. സാറേ ഞാൻ പറഞ്ഞില്ലേ അവൻ മുങ്ങൂന്ന്. അവൻ മുങ്ങിയോ? ഓ അല്ല, അത് പിന്നെ താൻ ഉറപ്പിച്ചങ്ങോട്ട് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു, സാറ് കേട്ടില്ല. സാറേ നമുക്ക് ആ വണ്ടിയുടെ പുറകെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരുമാണത്? എന്റെ ജോസഫെ, തന്റെ പോലീസ് ബുദ്ധി ഇപ്പോഴും തന്നെ വിട്ടു പോയിട്ടില്ല കേട്ടോ. ഇവിടെ ആരോ ഒരാൾ ഫോണിൽ സംസാരിക്കാൻ വേണ്ടി വണ്ടി അവിടെ നിർത്തി. സംസാരിച്ച് കഴിഞ്ഞപ്പോ ഒരു വണ്ടി എടുത്തോണ്ട് പോയി എന്ന് പറഞ്ഞ് ആ വണ്ടിയുടെ പിന്നാലെ പോലെ ഈ പോലീസ് ജീപ്പിലെ ഡീസൽ തന്റെ മൂപ്പിനാണ് അടിക്കുവോ? അതെ. നിനക്ക് ഞങ്ങളെ വേണ്ടെങ്കിലും ഞങ്ങൾക്ക് നിന്നെ വേണം. എന്താണെന്നറിയോ, നിന്നെ വിശ്വസിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെയുള്ള മറുപടി എന്നിട്ട് പോയാൽ മതി. ഇങ്ങോട്ട് ഇറങ്ങണം. സാജ, നിനക്ക് സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് പരിഹാരം കാണാം. പക്ഷെ കാര്യം എന്താന്ന് പറയണം പ്ലീസ്. സാജ, നമ്മൾ പരാജയപ്പെട്ടാൽ എനിക്കിനി വീട്ടിൽ പോലും കയറാൻ കഴിയില്ല. ഇവൻ മിണ്ടില്ല, ഈ പട്ടി മിണ്ടത്തില്ല. പക്ഷെ ഞങ്ങൾക്ക് പലതും പറയാനുണ്ട്. അതൊക്കെ നീ കേൾക്കണം. നീ മാത്രം കേൾക്കേണ്ടതാ. നിനക്ക് കിട്ടിയ പണം ജാനകിയുടെ. അതേടാ, അവള് കുടുംബം വിറ്റ് വകി കിട്ടിയതാ ആ 1.5 കോടി. ഒരു തട്ടിപ്പ് സംഘം ചതിച്ചതാ. പോലീസിനെ ഭയന്ന് ഓടുന്ന വഴിക്ക് നിന്റെ വണ്ടി കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിട്ട് പോയതാ. നമ്മളിങ്ങനെ വിലസിയത് മുഴുവൻ ആ പാവം ജാനകിയുടെ കാശുകൊണ്ടാ. കൂട്ടത്തോടെ മരിക്കാൻ പോയതാ. ഞങ്ങളവരെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ജാനകി വീണ്ടും ഓഫീസിൽ വരാനും തുടങ്ങി. ഡാ, ഇനി ഞാൻ പറഞ്ഞ ഡീലൊന്നും വേണ്ട. തൽക്കാലം 1 കോടി രൂപ നിന്റെ കയ്യിലില്ല, അതൊന്ന് കൊടുക്കാം. ബാക്കിക്ക് കുറച്ച് സമയം പറയാം. രൂപ ജാനകിയുടെ വീട്ടിലെത്തിച്ച ശേഷം മാത്രമേ അവൾ ഈ കാര്യം അറിയാൻ പാടുള്ളൂ. അതിനു മുമ്പ് നീ കയറി പറയരുത്. പ്രത്യക്ഷമാഹീശ്വരി ദേവി കന്യാകുമാരി. 50,000 രൂപ കൊടുത്തപ്പോ എന്റെ ക്യാബിന്റെ മുമ്പിൽ വന്ന് നിന്ന് തൊഴുതവളാ. അപ്പൊ 1.5 കോടി തന്നവളുടെ മുമ്പിൽ ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കണ്ടേ? പ്രണാമം. മാപ്പ് ജാനകി, മാപ്പ്. എന്തൊരു അപരാധമാണ് ഞാൻ നിന്നോട് ചെയ്തത്. മാപ്പ്. ഞാനൊന്ന് മാപ്പ് ചോദിക്കട്ടടാ. നീ ഒന്ന് അടങ്ങ് സാജ. ജാനകി, ഞാൻ അതൊക്കെ പിന്നെ പറയാം. ഞാൻ പറഞ്ഞതല്ലേ, നീ ചുമ്മാ. ജാനകി, സോറി, റിയലി സോറി. മാപ്പെങ്കിലും പറയട്ടടാ. വേണ്ട, ഇതിനെ പിടിച്ചോണ്ട് പോ. ചുമ്മാ ഓഫീസിൽ കാര്യം പറയട്ടടാ. ഒരു കാര്യം പറയണ്ട. അത് പിന്നെ അവന് ഭയങ്കര കുറ്റബോധം. നിന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞൊന്നും പറഞ്ഞു. അവൻ നിന്നെ വഴക്ക് പറഞ്ഞാൽ അവൻ ദുഃഖിച്ചോട്ടെ. അതിന് നീ എന്തിനാ കരയുന്നത്? നീ ഇങ്ങനെ മെലോഡ്രാമ കളിക്കാതെ. ആ പൈസ നമ്മുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ ജാനകി ഭയങ്കര വയലന്റ് ആയിട്ട് റിയാക്ട് ചെയ്യും. അതുകൊണ്ടാ കയ്യിലുള്ളത് കൊടുത്തിട്ട് ഞാൻ പറയാന്ന് പറഞ്ഞത്. എടാ, ഞാനത് സാരമില്ല, എനിക്ക് നിന്റെ മനസ്സറിയാം. നീ പോയി പൈസ എടുത്തോണ്ടോ. അത് മറ്റന്നാ കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് കൊടുത്താൽ പോരെ? അത് കൊള്ളാം. അവകാശിയെ കണ്ടെത്തി മുഴുവൻ കാശും കൊടുക്കാൻ തിടുക്കം കൂട്ടിയ ആളാ. എന്താ, നിനക്കത് കൊടുക്കാൻ താല്പര്യമില്ലേ? എടാ, ഇന്ന് തന്നെ കൊടുക്കണം. അവളുടെ അവസ്ഥ അത്രയ്ക്ക് മോശമാ. നീ പോയി എടുത്തോണ്ട് വാ. ചെല്ല്, വേഗം പോയിട്ട് വാ. ഡ്രൈവർ, ഒരു ട്രിപ്പ് പോവും. കയറിക്കൊള്ളു. ബസൻ നഗർ. നമ്മുടെ വണ്ടി എപ്പോഴാ കിട്ടുക? അടുത്താഴ്ച തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പേൾ വെയിറ്റ് നല്ല ഡിമാൻഡാ. ആലോചിച്ചിട്ട് തന്നെ പേടിയാവുന്നടാ. എന്ത് പേൾ വെയിറ്റ് ബുക്ക് ചെയ്തതോ? അതല്ല, വീട്ടിലെ കാര്യം. അതിന് നിന്റെ വീട്ടിലൊന്നും ഇതുവരെ ആർക്കും സംശയം തോന്നിയിട്ടില്ലല്ലോ. അതല്ലേ ഭാഗ്യം.
വെള്ളിയാഴ്ച വൈകുന്നേരം വീട്ടിലേക്ക് പോയി തിങ്കളാഴ്ച രാവിലെ വരുന്നതുകൊണ്ട് ഹോസ്റ്റലിൽ നിന്ന് വരുന്നു തന്നെയാ വിശ്വാസം. നിന്റെ തന്ത ഒരു ടൈപ്പ് അല്ലേ? അങ്ങനെ അറിഞ്ഞാലും വലിയ ഭൂകമ്പം ഒന്നും ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നു. ബുദ്ധിലേശം കുറവാ, പക്ഷെ തെറ്റിയ തറയാ. ഒന്നാന്തരം പേപ്പട്ടിയുടെ സ്വഭാവം. എന്തു പറ്റി? ഒന്ന് കുറച്ചതാ, അല്ല ചുമച്ചതാ. ഇപ്പൊ ശരിയായി. അമ്മാവനെ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ മൈക്ക് വെച്ച് വിളിച്ചു പറഞ്ഞിട്ട് പോയതാണല്ലോ അനന്തരവൻ. പിന്നെന്താ പുലി പൂച്ചയെ പോലെ ആയത്? സാജിട്ടും ഫോൺ ചെയ്ത കാര്യം ഞാൻ അമ്മയോട് വ്യക്തമായി പറഞ്ഞതല്ലേ, പിന്നെന്തിനാ ഒരു കുത്തുവാക്ക്? എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഏട്ടന്. കുറെ പൈസയുടെ ആവശ്യമുണ്ട്. അതൊക്കെ ശരി. നിന്നെ കെട്ടാൻ ഇവൻ പറഞ്ഞോ? അതും പറഞ്ഞു. അത് നീ പറഞ്ഞാ പോരാ, ഇവൻ പറഞ്ഞ് ഞാനും നിന്റെ അച്ഛനും കേൾക്കണം. നളിനിയെ കെട്ടിക്കോളാന്ന് ഞാൻ അവളോട് പറഞ്ഞതാ. ഇനി ഞാൻ തന്നെ പറഞ്ഞ് കേൾക്കണമെങ്കിൽ പറയാം. നളിനിയെ ഞാൻ കല്യാണം കഴിച്ചോളാം. ആ ശുഭലക്ഷണം. നല്ല കാര്യം പറയുമ്പോ പല്ല് തന്നെ ചലക്കണമെന്നൊന്നുമില്ല, വണ്ടി ശബ്ദം കേട്ടാലും മതി. ആ കൊച്ചാട്ടൻ ഇപ്പൊ വന്നത് നന്നായി. കാര്യങ്ങളൊക്കെ അരക്കിട്ടുറപ്പിക്കാലോ. നല്ല പശുപാൽ ഇരിപ്പോട്ട് ഞാൻ ചായ എടുക്കാം. എടാ, ഒരു വിശേഷം പറയാനുണ്ട്. എന്താ? എടാ, ഇത് എന്റെ കൂടെ ഉണ്ടായിരുന്ന ചന്തുവാ. ആരായിരിക്കും? ആരായാലും എന്താ, വീട്ടിൽ വന്നതല്ലേ, പോയി നോക്ക്. എടാ ചന്തു, നിക്കാൻ. എടാ, പാറു വാലടക്കി. ചന്തു നിക്കാൻ. ഞാൻ പറയുന്നത് കേക്ക്. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. മോളെ, ബഹളം ഉണ്ടാക്കണ്ട. ഏട്ടനോട് പറ, നിന്റെ ആരാവൻ? സാജ, ഇവരെ കല്യാണം കഴിഞ്ഞതാ, രജിസ്റ്റർ മാരേജ്. ഇവിടുന്ന് എല്ലാ ആഴ്ചയും ഹോസ്റ്റലിൽ നിന്ന് വരുന്നെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വരുന്നത്. സത്യമാണോ? സത്യമാണോ? പാറു, ഇവിടെ നോക്ക്. വാടാ. നിനക്ക് ഈ നാടകം പഠിപ്പിച്ച മാസം എത്ര രൂപ കിട്ടും? എടാ, സാജ വേണ്ട. മോനെ, നിന്റെ അവസ്ഥ നല്ലോണം അറിയുന്ന ആളാ ഞാൻ. സത്യം പറ, നീ ഒരു കൊറോള ആൾട്ടിസ് ബുക്ക് ചെയ്തിട്ടുണ്ടോ? ദേ, ഇപ്പൊ ഞാൻ സാജനെ തടഞ്ഞു. ഇനി ഞാൻ തടയില്ല. പറയാനുള്ള വേഗം പറഞ്ഞോ. ആ കാറ് ബുക്ക് ചെയ്യാൻ നിനക്ക് എവിടുന്നാ കാശ്? പറയടാ, എവിടുന്നാന്ന്? അത് ചോദിക്കും താനാരാ? കാശ് ഞാൻ എങ്ങനെ ഉണ്ടാക്കും? എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ മേടിക്കും. പിന്നെ തന്റെ പെങ്ങളെ കെട്ടിന്നുള്ള നേരാ, അതും നിയമപ്രകാരം. ഇനി എന്താ അറിയേണ്ടത്? എല്ലാം കഴിഞ്ഞെങ്കിൽ 3 പേര് സ്ഥലം വിട്ടോ. ഹാ, രൂപ ഞാൻ എടുക്കുന്ന ഏട്ടന്റെ മുറിന്ന് ആ പെട്ടിയിലെ കാശ് മുഴുവൻ ഞാൻ എടുത്തു. വേണ്ട, കൂൾ ഡൗൺ ഒന്നും ആവണ്ട. അവൻ തിളക്കട്ടെ. പക്ഷേ എന്തിനാ തിളക്കണേന്ന് കൂടെ ഓർക്കണം. തനിക്കിത് എവിടുന്ന് കിട്ടിയതാ? മോട്ടിച്ചതോ കളഞ്ഞു കിട്ടിയതോ അല്ലേ? അല്ലാതെ സമ്പാദിച്ചതൊന്നും അല്ലല്ലോ. വെറുതെ കിട്ടിയത്. അത് ആർക്കും അനുഭവിക്കാം. അല്ലെങ്കിലേ ഇടുവാടി, തന്റെ പെങ്ങളെ കെട്ടിയത് ശ്രീധരായിട്ട് നീ കൂട്ടിക്കോ. സാജനും ഞങ്ങളും വലിയൊരു പ്രശ്നത്തിലാ. ചിലവാക്കിയ കാശ് കഴിഞ്ഞ് ബാക്കിയുള്ളത് കിട്ടിയാ നമ്മളെല്ലാവരും രക്ഷപ്പെടും. നിങ്ങളുടെ ഉയർച്ച കണ്ടപ്പോൾ ഞാനും പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള വഴി എടിപ്പോയി. ഇപ്പൊ കൈ കാശൊന്നുമില്ല. ഇനി മുടക്കിയ പണം തിരിച്ചു വരണം.
അല്ലെങ്കിൽ എവിടെന്നെങ്കിലും കാക്കണം. ജാനകിയുടെ പണം എങ്ങനെയാടാ കൊടുക്കുക? പെട്ടെന്ന് അത് കൊടുക്കണം. അതിനിപ്പോ എന്താ ഒരു വഴി? എല്ലാ വഴിയും അടയുന്നത് വരെ നീ അത് മറച്ചു വെച്ചില്ലേ? അന്ന് ഈ രൂപ പോയ കാര്യം പറഞ്ഞിരുന്നേ പെട്ടെന്ന് അന്വേഷിക്കായിരുന്നു. അത് ഇവനെങ്ങനെ പറയാനാ? സ്വന്തം വീട്ടിൽ ആരെങ്കിലും കള്ളനാക്കിക്കൊണ്ട് വേണ്ട അത് പറയാൻ. വേറൊരു കുരിശിപ്പ് എന്റെ മണ്ടയിൽ വന്ന് വീഴും. ആ പൈസ അമ്മാവൻ അടിച്ചു മാറ്റി എന്നായിരുന്നു എന്റെ വിശ്വാസം. നിവൃത്തിയില്ലാതെ അമ്മാവൻ്റെ കുറച്ചെങ്കിലും കാശ് കിട്ടാൻ വേണ്ടി ഞാൻ നളിനിയെ കല്യാണം കഴിച്ചോളാം എന്ന് അവിടെ ചെന്ന് പറഞ്ഞു. അപ്പൊ ജാനകിയോ? അവളുടെ പൈസ നീ തൊലച്ചു, ഇനി ജീവിതം കൂടി തൊലയ്ക്കോ? എന്റെ അവസ്ഥ നിങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല. ജാനകിയുടെ കാശ് എത്രയും പെട്ടെന്ന് കൊടുത്തില്ലെങ്കിൽ എന്റെ സമനില തെറ്റും. ആഹാരത്തിന് പോലെ ആ കുടുംബം കഷ്ടപ്പെടുമ്പോ അവരുടെ കാശ് കൊണ്ട് നമ്മള്, അതാ കാര്യം. അതാണ് എന്റെ പ്രശ്നം. അല്ലാതെ അവളെ മറന്നിട്ടൊന്നുമില്ല. ഡാ, നീ ഇനി എത്ര ചീത്ത പറഞ്ഞാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. ടാക്സി ഓടിച്ച് കിട്ടണേന്ന് നീ എനിക്ക് എത്ര പ്രാവശ്യം ചോറ് വാങ്ങി തന്നിട്ടുള്ളത്. വിശപ്പ് മാറ്റി തരുന്നവരെ ആരും ഒരിക്കലും മറക്കില്ലടാ. എൻ്റെ അച്ഛനും അമ്മയൊക്കെ നീയാ. എനിക്കിപ്പോൾ അല്പം സമാധാനം തോന്നുന്നുണ്ട്. എടാ, നമ്മൾ ഇനി പിരിയരുത്. ത്രിമൂർത്തി അസോസിയേറ്റ്സ് ഒരിക്കലും ഇല്ലാതാവരുത്. ഡാ, ദീപം ദീപം ദീപം. കഴിഞ്ഞ പല ദിവസങ്ങളായി അറിഞ്ഞോ അറിയാതെയും ഞാൻ അവരുടെ പിന്നാലെയുണ്ട്. മനസ്സിലായി, എല്ലാം എനിക്ക് മനസ്സിലായി. ഇനി എനിക്ക് പ്രവർത്തിക്കണം. ഇതാണ് ശരിയായ സമയം. ആ പണം തിരികെ കിട്ടാൻ അച്ഛൻ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇന്നലെ വിളിച്ചപ്പോഴും ചിന്നുവിന്റെ അച്ഛൻ ചോദിച്ചു, വയ്യാണ്ടിരിക്കുന്ന അച്ഛനെ എങ്ങും പറഞ്ഞു വിടണ്ടെന്നാ ചേട്ടൻ പറഞ്ഞ്. അച്ഛൻ ഇനി എങ്ങും പോകണ്ട. പോലീസിലും പരാതി കൊടുത്തിരിക്കല്ലേ, അവര് കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചു. നിന്റെ അച്ഛനെ എല്ലാം കണ്ടുപിടിച്ചു. ഈ അച്ഛന് അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ട് മോളെ. സത്യത്തിലൊരു കയ്യബദ്ധം നിനക്കും പറ്റിയില്ലേ? അതാണ് എൻ്റെ വിഷമം. ഈ കുട്ടമ്പിള്ള സാറ് അവന്മാരോട് പറഞ്ഞു അങ്ങനെ ആയിപ്പോയി. ഞാൻ വച്ചകാലം ഒരിക്കലും പിന്നോട്ട് എടുത്തിട്ടില്ല. ഞാനത് തെളിയിക്കും. എല്ലാം തിരിച്ചു പിടിക്കും. അവൻ വന്നിരുന്ന് കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞു എന്നറിഞ്ഞപ്പോ എന്റെ മനസ്സ് നൊന്തു. അല്ലെങ്കിൽ തന്നെ ഞാൻ ഐസ് പോലെ അലിയുന്ന ആളാ അല്ലേ? കൊച്ചാട്ടൻ പറയും പോലെ അവൻ കാല് പിടിച്ചു കരഞ്ഞു എന്ന് പറയുന്നൊന്നും ഞാൻ വിശ്വസിക്കില്ല. അല്ലല്ല, എന്റെ നാത്തൂനെ ഞാൻ അതിശയിച്ചു പോയി. നളിനി പറയുന്നതേ ഇപ്പൊ എപ്പോഴും ഫോൺ വിളിയാന്ന. അതും ഞാൻ വിശ്വസിക്കില്ല. എന്നാ ഇപ്പൊ പറയുന്നു വിശ്വസിക്കുവോ? നോക്ക്, ഇതിൽ 50 ലക്ഷം രൂപയുണ്ട്. അവൻ കുറച്ചുകൂടി കൂടുതൽ ചോദിച്ചു തോന്നുന്നു. കൊടുക്കാം, ബാക്കിയും കൊടുക്കാം. കൊച്ചാട്ടൻ ഇങ്ങനെയൊക്കെ പറയണത്? സാജന്റെ കല്യാണ കാര്യത്തില് ഒരു പൈസ പോലും ഇവിടെ ആരും മേടിക്കില്ല. കുഞ്ഞുനാളിൽ നിന്റെ തലക്കിട്ട് തരണ പോലെ ഒരു തട്ടങ്ങിട്ട് തരും ഞാൻ. ഇനി അമ്മാവനും അനന്തരവനും തമ്മില് എന്ത് വേണേലും ആയിക്കോ. മോനെ, നിനക്ക് എന്ത് പ്രശ്നം വന്നാലും ഈ അമ്മാവനുണ്ടാ, നീ സങ്കടപ്പെടണ്ടാ. നിനക്ക് വേണ്ടി 50 ലക്ഷം അമ്മാവൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ കൊണ്ടുപോടാ, നിന്റെ പ്രശ്നങ്ങൾ തീർക്കടാ. ഒരു മിനിറ്റ്, നീ വന്നേ. അതങ്ങ് വാങ്ങിക്കടാ, ബാക്കി കൂടി ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പൊ അവളെ ആര് കിട്ടും? നീ കിട്ടും? ഇവള് സമ്മതിക്കുവാണെങ്കിൽ അവളെ കൂടി ഞാൻ കെട്ടാം. ഏതായാലും ജീവിതം കട്ടപ്പുറത്താ. എന്നാ പിന്നെ ബഹുഭാരനായിട്ട് അങ്ങ് പോവാലോ. മതിയടാ, ഈ കല്യാണ പ്രശ്നം സോൾവ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമാവും. ഞാനിപ്പോ വരാം. അമ്മാവനൊന്ന് വന്നേ. എന്താ? ഞാൻ പറഞ്ഞത് തന്നെയാ എന്റെ മോനും പറയാൻ പോകുന്നത്. ഞങ്ങളെ നാത്തൂന്റെ തരം ആൾക്കാരല്ല, കുടുംബക്കാരാ. 25 കൊല്ലം കൊണ്ട് ആങ്ങളെ എനിക്കറിയാം. കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയൂ. നിനക്ക് എത്ര തന്തണ്ടാ നായെ? മാന്യന്മാരെ വീട്ടിൽ വിളിച്ചു വരുത്തി അവമാനിക്കാടാ തെണ്ടി. അവന് ഭ്രാന്ത. എവിടെയെങ്കിലും കൊണ്ട് ഈ ചങ്ങലക്കിട്. എന്റെ വീട്ടിൽ വന്ന് ഭാര്യയോടും മോളോടും കാലു പിടിച്ച് കെഞ്ചി പറഞ്ഞത് ഏതോ തെറ്റിദ്ധാരണയുടെ പുറത്താണത്രേ. അവൻ എന്റെ പണവും വേണ്ട, കല്യാണവും വേണ്ട അത്രേ. വേണ്ട വേണ്ട, ഇറങ്ങടി. നമുക്ക് ഈ ചെറ്റകളായിട്ടുള്ള ഒരു ബന്ധവും വേണ്ട. പോ. വാടി. ഇനി വീട്ടിൽ ഞാൻ കാലുത്തില്ല. കളി
അളിയാ ആ പെട്ടി താഴെ വെക്കടോ. അതിനെ എന്റെ മകന് സ്ത്രീധനം കൊടുക്കണമെന്ന പടാനല്ലോ അത്. താഴെ വെക്കണോ. വിശാലം പെട്ടി എടുത്ത് അകത്ത് കൊണ്ടുപോയിക്കേ. ആ പണം നമുക്ക് വേണോ? വേണം, ഞാനാ തീരുമാനിക്കുന്നത്. അത് നീ തന്നെ എടുക്കുകയും വേണം. മാറു നാത്തൂനെ. എടി പൊട്ടി വിശാലാക്ഷി, ഇത് നിന്റെ പണമാ, നിനക്ക് അവകാശപ്പെട്ട പണം. എല്ലാരും കേട്ടോളൂ, ഈ കൊച്ചു പൊന്ന ഗോവിന്ദന്റെ ഞാനൊന്നും പറയുന്നില്ല. വിശാലത്തിന്റെ അമ്മയുടെ വക കേസ് കിടന്നൊരു പറമ്പുണ്ട്. ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയായിട്ട് കളിച്ച് കേസിന്റെ റൂട്ട് മാറ്റി അതിനെ സ്വന്തം പേരിലാക്കി കിട്ടിയ കാശ് മുഴുവൻ വിഴുങ്ങി. പണ്ട് കൃഷ്ണൻ അവല് വിഴുകിയ പോലെ. ഇതിനകത്ത് 25 ബാക്കി 75, ഇതിനകത്ത് 50 ബാക്കി 50. ഞാൻ ആളെ അയക്കും, കൊടുത്തയച്ചോണം. മക്കളെ, എന്റെ പുറകെ പോലീസ് ഉണ്ടോ? അച്ഛൻ പോവാ.